ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. ഓക്കെ, മക്കളെല്ലാവരും USSന്റെ എക്സാമിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ USSന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തരം ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ശരിക്കും പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നിങ്ങൾക്ക് പിക്ചർ ബേസ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. ദൈവമേ, ഇങ്ങനെയുള്ള പിക്ചറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനുള്ള ഉത്തരം എഴുതുക എന്ന് വരെ ചിന്തിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചോദ്യമാണ് ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പിക്ചർ കാണുമ്പോൾ നമ്മളൊന്ന് എന്ത് ചെയ്യും, ഞെട്ടിപ്പോവും. അപ്പോൾ ഇതാണ് നമ്മളെ ചോദ്യം. മക്കളൊന്ന് നോക്കിക്കേ, ചോദ്യം വായിച്ചു നോക്കാം കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ AB സമാന്തരമാണ് CD അല്ലേ. AB CD പാരലൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. എവിടെയാടാ AB കാണുന്നുണ്ടോ നിങ്ങൾ? ഇത് ABCD, ഇത് രണ്ട് പാരലാണ്. ഇനി അടുത്ത നോക്കിക്കേ നിങ്ങൾ, ആംഗിൾ ABQ = 110. തന്ന കാര്യങ്ങൾ കൊടുത്തു, അത്രേ ഉള്ളൂ. 110. ആംഗിൾ CDQ = 120 കണ്ടില്ലേ. ഇനി അടുത്ത് എന്താ തന്നത് എങ്കിൽ ആംഗിൾ PQRന്റെ അളവ് എന്ത്? ഈ PQRന്റെ പുറത്തുള്ള ആംഗിളിൻ്റെ അളവ് എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കഷ്ടപ്പാടാണല്ലോ കണ്ടുപിടിക്കാൻ, കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കാര്യം ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ആ പിക്ചറിന് നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, മാറ്റണം. ലേശൊരു രീതിയിൽ നിങ്ങൾ അതിനെ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ നമുക്ക് വേഗത്തിൽ അതിൻ്റെ ആൻസറിലേക്ക് എത്തും. നിങ്ങൾ ഈ പിക്ചറിൽ ഇവിടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈന് വരച്ച് ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്യും അല്ലേ. ഒരു ട്രയാങ്കിൾ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് അത് മാറിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗമുണ്ട്. എന്താണെന്നറിയോ? യെസ്, ഇത് രണ്ട് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ്. ഈ പാരലൽ ലൈനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് മറ്റൊരു ലൈൻ വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്തായി, ഇവിടെ 110 ഡിഗ്രി എന്നുള്ള ടോട്ടൽ ആംഗിള് 90 ഡിഗ്രി 20 ഡിഗ്രി എന്നുള്ള രീതിയിൽ കട്ടായിട്ട് മാറി. എങ്ങനെ ഇവിടെ 90 ഡിഗ്രി കിട്ടിയേ? യെസ്, ഒരു പാരലൽ ലൈനിനെ മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര വരും? 90 ഡിഗ്രി അല്ലേ. അപ്പോൾ അത് 90 കഴിച്ചാൽ ബാക്കി 110 എത്ര വരുവടാ? 20 ഡിഗ്രി. അതാണ് ബാക്കിയുള്ള സെക്ഷനിലേക്ക് ഇതായി ഒരു കുഞ്ഞ് ആംഗിൾ 20 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടിയത്. നേരെ ഓപ്പോസിറ്റ് എത്ര വരും? നേരെ ഓപ്പോസിറ്റ് ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും. ഈ 90 ഡിഗ്രി കഴിച്ച് താഴെ എത്രയായിരുന്നു? 120 ഇനി 30 കൂടെ വേണം അല്ലേ. അപ്പോൾ കുഞ്ഞ് ആംഗിൾ നമുക്ക് എത്ര എടുക്കാം? 30 എന്നെടുക്കാം. ഇനി നിങ്ങൾക്ക് ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള വലിയൊരു ആംഗിൾ കണ്ടോ, ഒബ്റ്റ്യൂസ് ആംഗിൾ. ഈ ഒരു ആംഗിൾ കണ്ടില്ലേ, ഇതാ ഈ ഒരു ആംഗിൾ, അത് നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് 180 ഡിഗ്രി ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, 180 ഡിഗ്രിയിൽ നിന്ന് അല്ലേ 180 ഡിഗ്രിയിൽ നിന്ന് എത്ര കുറയ്ക്കണം? ഈ 20ഉം 30ഉം കൂടെ ആഡ് ചെയ്തത് കുറയ്ക്കണം. അപ്പം നോക്കാം, ആംഗിൾ BQD കണ്ടുപിടിക്കാൻ വേണ്ടി, ആംഗിൾ BQD നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ BQD എന്ന് വെച്ചാൽ BQD ഉള്ളിലുള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്തിനകത്ത് കണ്ടുപിടിക്കുന്നേ? അത് മനസ്സിലായില്ല. എന്തിനകത്ത് കണ്ടുപിടിക്കുന്ന ആംഗിൾ? ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ അതേ ആംഗിൾ ആയിരിക്കും ഇപ്പുറത്തും വരിക. കാരണം ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പോവാണ്. ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ 180ൽ നിന്ന് എത്ര കുറയ്ക്കണം? 20ഉം 30ഉം കൂടെ കൂട്ടിയത് കുറയ്ക്കണം. ഓക്കെ അല്ലേ. ഒന്ന് കുറച്ച് നോക്കിക്ക് എത്ര വരും? 180 - 50 = 130 ഡിഗ്രി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ആംഗിൾ എത്ര കിട്ടിയടാ? 130 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടുപിടിക്കേണ്ട ആംഗിൾ നമുക്ക് കിട്ടിയില്ലേ, അത് എത്ര വരിക? 130 ഡിഗ്രി തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, ആംഗിൾ PQR. എന്താ കണ്ടുപിടിക്കേണ്ട? ആംഗിൾ PQR = 130 ഡിഗ്രി. അപ്പോൾ പിക്ചർ കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഇത്തരത്തിലുള്ള പാരലൽ ലൈൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എൻ്റെ മക്കളെ ടഫാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഏറ്റവും എളുപ്പത്തിൽ എൻ്റെ മക്കൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന USS എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷൻ തന്നെയാണ് ഈ ഒരു പാരലൽ ലൈൻസ് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാൽ ആ പിക്ചർ വലിയ പിക്ചർ ആണെങ്കിലും ചെറുതായിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും. സോ എൻ്റെ മക്കൾ ഇത്തരത്തിൽ ഒരു ചോദ്യം പോലും സ്കിപ്പ് ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് ആൻസർ ചെയ്യണം. സോ ഇവിടെ നമ്മൾ ഓപ്ഷൻ ഏതാണ് ഇവിടെ വരിക? ഓപ്ഷൻ A ആണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.